നമസ്കാരം. അന്തരീക്ഷ ചൂടിനേക്കാൾ തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങോട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നു, മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി മറിച്ചു. പ്രധാനമന്ത്രി പോയതിനു ശേഷം ഇപ്പോ സോണിയാഗാന്ധി വന്നു, നാളെ രാഹുൽ ഗാന്ധി വരുന്നു. എന്നാലും പ്രധാനമന്ത്രി ഉണ്ടാക്കിയ ഒരു അത്ര ആവേശം ഇവരൊക്കെ ഉണ്ടാക്കിയോ എന്നുള്ള കാര്യം ഇത്തിരി സംശയമാണേ. തിരുവനന്തപുരം के मेरे प्यारे भाई और बहनों, പ്രധാനമന്ത്രി ഇന്നലെ തലസ്ഥാനത്ത് പറഞ്ഞ വാക്കുകളായിരുന്നു ഏറെ ശ്രദ്ധേയം. കേരളത്തെക്കുറിച്ച് ഒരു പുതിയ ചിത്രം, ഒരു പുതിയ ചിന്ത, അതാണ് അദ്ദേഹം ഇന്നലെ തലസ്ഥാനത്ത് വരച്ചു കാട്ടിയത്. एक जमाना था जब केरल की वाहवाही पूरी दुनिया में हुआ करती थी. यहाँ की कृषि पैदावार विश्व में उसका लोहा माना जाता था. यहाँ के छोटे छोटे उद्यमियों का काम दुनिया में उसकी सराहना होती थी. लेकिन आजादी के बाद ऐसे लोगों के हाथ में केरल का भविष्य जा पड़ा कि वो पूरा सामर्थ्यवान काल पूरी तरह ध्वस्त कर दिया गया. അപ്പോ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് കേരളം വലിയ നിലയിലായിരുന്നു എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്. അപ്പൊ ഈ സ്വാതന്ത്ര്യം കിട്ടിയതാണോ ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം? മാത്രമല്ല, കഴിഞ്ഞ 60 വർഷം ഇവിടെ ഭരിച്ചവരാണ് കേരളത്തെ ഈ നിലയിൽ എത്തിച്ചത് എന്നും അദ്ദേഹം പറയുന്നു. അപ്പോ ഇവരെക്കാളും മെച്ചമായിരുന്നു വെള്ളക്കാര്? സ്വാതന്ത്ര്യം കിട്ടിയതൊരു വലിയ പ്രശ്നമായില്ലേ? അറിയാതെ തോന്നിപ്പോയ ഒരു പൊട്ടബുദ്ധിയാണ്, ക്ഷമിച്ചേക്കണേ. ഇനിയിപ്പോ കേരളം എങ്ങനെയാണ് ഈ ഒരു ദുരവസ്ഥയിലേക്ക് എത്തിയത്, ആ ദുരവസ്ഥയുടെ നേർചിത്രം എന്താണ്, അതും കൂടി പറഞ്ഞത് കേൾക്കുക. കേരളത്തിലെ പട്ടികവർഗ പട്ടികജാതി വിഭാഗങ്ങളുടെ ഇടയിലെ ശിശുമരണ നിരക്ക് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന അവികസിതമായിട്ടുള്ള ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സോമാലിയേക്കാൾ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഒരു കാലത്ത് കേരള മോഡൽ എന്ന് പറഞ്ഞു കേട്ട നമ്മള് ഇപ്പോ ഈ ഗതിയിലായിത്രേ, സോമാലിയേക്കാൾ പിന്നിൽ. പ്രധാനമന്ത്രി പറഞ്ഞതാണേ. എന്നാലും ഇത് ശരിയായിരിക്കോ? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താലോ? പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത്രയും വിശ്വാസ്യതയുള്ള ആരെങ്കിലും പറഞ്ഞത് വേണം നമ്മൾ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സാക്ഷാൽ രഘുറാം രാജൻ, അതായത് RBIയുടെ ഗവർണർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പഠനത്തിന്റെ സർവേ ഫലം നമുക്കൊന്ന് പരിശോധിക്കാം. പിന്നെ ഇത് ഇക്കൊല്ലം നടത്തിയ സർവേ അല്ല. ഇക്കൊല്ലം ഒരു സർവേ നടത്താനുള്ള സമയമായിട്ടില്ലല്ലോ. എന്നാലും ഇത്രയും വിശ്വാസ്യതയുള്ള ഒരു സർവേ മറ്റെവിടെയും കിട്ടാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് അത് നോക്കാം. ഈ സർവേയിൽ കേരളവും ഗുജറാത്തും തമ്മിലുള്ള ഒരു താരതമ്യമുണ്ട്. മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ അതിങ്ങനെയാണ്. എപ്പോ സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയിരം ശരി, ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാർ സമ്മതിച്ചിട്ട് വേണ്ടേ? റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എന്നാ എനിക്കത് ഓർമ്മയില്ല. പക്ഷേ നമ്മുടെ മലയാളികളുടെ ഒരു വലിയ കുഴപ്പം അതാ, എപ്പോഴും ഈ ഓർമ്മകളെ നമ്മളങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. മറവി അത്ര കൂടുതലായിട്ട് നമുക്കൊട്ട് ഇല്ലതാനും. ആദ്യം BJP ഇപ്പൊ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ കേരളത്തിന്റെ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കൂ, എന്നിട്ട് പോരെ എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു സംശയമുണ്ട്. ഈ ബീഹാറെന്നും ബംഗാളെന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ജോലി തേടി, ജീവിതം തേടി ആൾക്കാര് എന്തേ കേരളത്തിലേക്ക് വരുന്നത്? ഇവരൊന്നും എന്തേ ഗുജറാത്തിലേക്ക് പോവാത്തത്? അതൊരു സംശയമാണേ.